Okay, hello dear students. So in this class we will be discussing the next part of the milk chapter, that is the effect of heat on milk. അപ്പം നമുക്കറിയാം ബ്രൗണിങ് റിയാക്ഷനാണ് നമ്മളൊക്കെ ലൈവായിട്ട് കാണുന്ന സാധനങ്ങൾ. അതേപോലെ കുറച്ച് പ്രത്യേക തരം ബിഹേവിയേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് മിൽക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യണ ഒരു റീസൺ എന്താ വെച്ചാൽ ഒന്ന് മൈക്രോബിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാനും അതേപോലെ കുറച്ചൊക്കെ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനും അതേപോലെ ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും മിൽക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ആൻഡ് ദിസ് ക്യാൻ കോസ് മെനി ചേഞ്ചസ് ഇൻ മിൽക്ക് അതർ ദാൻ കില്ലിംഗ് ദി ബാക്ടീരിയ. It inactivates the enzymes in the milk and it has a negative impact on the taste, appearance and on storage also. ടേസ്റ്റിലും ഒരു കുക്ക്ഡ് ഫ്ലേവറൊക്കെ വരാനൊക്കെ ചാൻസസ് ഉണ്ട്. ആൻഡ് അപ്പിയറൻസും മാറ്റം വരാറുണ്ട്. ആൻഡ് സ്റ്റോറേജ് സമയത്ത് ഉള്ള ടേസ്റ്റ് ആൻഡ് അപ്പിയറൻസ് ഒക്കെ മാറ്റം വരാണ് ചെയ്യുക. ഇറ്റ് ഓൾസോ ചേഞ്ചസ് ദി കമ്പോണൻസ് ഓഫ് മിൽക്ക് ലൈക്ക് പ്രോട്ടീൻസ്, ഷുഗർ, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ്, കളർ, ഫ്ലേവറൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഏകദേശം എല്ലാ കമ്പോണൻറ്റിലും ഓരോരോ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇനി ഓരോന്ന് ചേഞ്ചസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി പ്രോട്ടീൻ. സോ വി നോ ഇറ്റ് ഹാസ് ടു ടൈപ്സ് ഓഫ് പ്രോട്ടീൻ, കസീൻ പ്രോട്ടീൻ ആൻഡ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീനിൽ ഉൾപ്പെട്ടതാണ് ലാക്റ്റാൽബുമിനും ലോക്ടോഗ്ലോബുലിനും. ഇത് രണ്ടും കോആഗുലേറ്റ് ചെയ്യും. ലാക്റ്റാൽബുമിൻ 66 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ തന്നെ കോആഗുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് വേ പ്രോട്ടീന് ഏകദേശം 90 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ്സ് 90 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്താൽ വേ പ്രോട്ടീനും കോആഗുലേറ്റ് ചെയ്യും. ആൻഡ് ഇത് രണ്ടും ഡീനാച്ചുറേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. വേ പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷന് ഇറിവേഴ്സിബിൾ ആണ്, അത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഡീനാച്ചുർ ചെയ്ത് പോയാൽ. പിന്നെ ഇത് ഈ രണ്ട് പ്രോട്ടീനും ഇതെങ്ങനെ നടക്കണം വെച്ചാൽ പ്രോട്ടീൻസ് എല്ലാം റാൻഡംലി കോയിൽഡ് ആയിട്ടായിരിക്കും ഇത് സാധനം കിടക്കുക. ഇത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റാൻഡംലി എന്ത് ചെയ്യും, റാൻഡം ആയിട്ടുള്ള ചില പ്രോട്ടീൻസ് ഇത് ഓപ്പൺ അപ്പ് ചെയ്യും, കോയിൽഡ് ആയിട്ടുള്ളത് ഓപ്പൺ അപ്പ് ചെയ്യും. ആൻഡ് എന്ത് ചെയ്യും, ഇതിൽ ബീറ്റ ലാക്ടോഗ്ലോബുലിൻസും കെസീൻ ആൽഫ കെസീൻ ഫ്രാക്ഷൻ വെച്ചാൽ കെസീൻ പ്രോട്ടീൻ്റെ ആൽഫ കെസീൻ പാർട്ടും കൂടിയിട്ട് എന്ത് ചെയ്യും, സൾഫർ ബ്രിഡ്ജസ് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, കോആഗുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് കോആഗുലേഷന് നടക്കുന്നത്. ഇത് രണ്ടും കൂടി ബൈൻഡ് ചെയ്തിട്ട്. ആൻഡ് ദിസ് കോആഗുലേഷൻ ഓർ കോആഗുലത്തിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ടൈം ഓഫ് ഹീറ്റിംഗ്. എത്രത്തോളം ഈ ടൈം കൂടുന്നു, എത്രത്തോളം ടെമ്പറേച്ചർ കൂടുന്നു അതിനനുസരിച്ച് കോആഗുലം ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ദീസ് കോആഗുലം ഓൾസോ അപ്പിയേഴ്സ് ആസ് സ്മോൾ പാർട്ടിക്കിൾസ് റാദർ ദാൻ എ ഫേം മാസ്. ഒരു കേർഡ് ഫോം ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഇത് ഫോം ചെയ്യുക. ആൻഡ് ഇതൊക്കെ എന്ത് ചെയ്യും, ബോട്ടം ആ ഒരു ഏതിലാണോ ഇത് കടന്ന് ഹീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബോട്ടത്തിൽ ഇത് പോയിട്ട് സെറ്റിൽ ചെയ്തിട്ട് അവിടെ കളക്ട് ചെയ്യാണ് ചെയ്യുക. ഇൻ വിച്ച് ദ മിൽക്ക് ഈസ് ഹീറ്റഡ്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ താഴെ അങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു ചെറിയ സാധനം. ഓക്കെ, ആൻഡ് കെസീൻ്റെ കേസ് നോക്കുമ്പോൾ ഇത് യൂഷ്വൽ ടെമ്പറേച്ചറിലൊന്നും ഇത് കോആഗുലേറ്റ് ചെയ്യില്ല, പക്ഷേ വെരി ഹൈ ടെമ്പറേച്ചേഴ്സിലാണ്, അതേപോലെ കൂടുതൽ ടൈമൊക്കെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കോആഗുലേറ്റ് ചെയ്യുക. ഇറ്റ് കോആഗുലേറ്റ്സ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റഡ് അറ്റ് 12 hours. 12 മണിക്കൂർ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്താലേ ഉള്ളതൊക്കെ കോആഗുലേറ്റ് ചെയ്യാൻ. 135 ഡിഗ്രി സെൽഷ്യസ് ടു 1 hour ആൻഡ് 155 ഡിഗ്രി സെൽഷ്യസ് ടു ഫോർ 3 minutes. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് കസീന് കോആഗുലേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് കോആഗുലേഷൻ ഓൾസോ ഓഫ് ദി മിൽക്ക് പ്രോട്ടീൻസ് ബൈ ഹീറ്റ് ഈസ് ആക്സിലറേറ്റഡ് ബൈ ആൻ ഇൻക്രീസ് ഇൻ അസിഡിറ്റി. അസിഡിറ്റി കൂടുന്നതിനനുസരിച്ച് കോആഗുലേഷനും കൂടും. ഇതൊക്കെ അതിലുള്ള കണ്ടൻസ് അതേപോലെ സോൾട്ടിൻ്റെ കണ്ടൻറ്റ് അതിനൊക്കെ അനുസരിച്ച് എന്ത് വരും, ഈ അസിഡിറ്റി വേരിയേഷൻ വരും. അതിനനുസരിച്ച് കസീൻ്റെ കോആഗുലേഷനും എൻഹാൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഈ ഫാറ്റിൻ്റെ ചേഞ്ചസ് നോക്കിയാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ മേലെ ഒരു ലെയർ ഓഫ് പാട കിട്ടും അല്ലേ, പാട കാണാറുണ്ട്. ദാറ്റ് ഈസ് എ ലെയർ ഓഫ് ഫാറ്റ്. ആൻഡ് ബോയിൽ ചെയ്യുമ്പോഴാണ് ഇത് ഫോം ചെയ്യുക. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂഷ്വലി മിൽക്ക് ഒരു സ്റ്റേബിൾ ഇമൾഷനാണ്. ഇമൾഷൻ പറഞ്ഞാൽ ഫാറ്റും പ്രോട്ടീനും വാട്ടറും ഒക്കെ കൂടി അടങ്ങിയിട്ട് മിക്സഡായിട്ട് കിടക്കുന്ന സാധനം. അവിടെ ഫാറ്റ് കൂടിയൊക്കെ അക്കമുലേറ്റ് ചെയ്യാത്ത എന്താ വെച്ചാൽ യൂഷ്വൽ മിൽക്കിൽ ഈ ഒരു ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ഒരു പ്രോട്ടീൻ ഫിലിം ഉണ്ടാവും, ഒരു പ്രോട്ടീൻ കവറിങ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒക്കെ കൂടി വരില്ല. പക്ഷേ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രോട്ടീൻസ് ഡീനാച്ചുർ ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യും. ആ ഫിലിം ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് കോആഗുലേറ്റ് ചെയ്യും. കോയാലസെൻസ് നടക്കും. അത് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ലെയർ ഓഫ് ഫാറ്റ് പോലെ മേൽഭാഗത്ത് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. ആൻഡ് നെക്സ്റ്റ് ഷുഗർ പ്രോട്ടീൻ മിക്സ്ചേഴ്സ്. ഷുഗറും ഉണ്ട് പ്രോട്ടീനും ഉണ്ട് ഈ ഒരു പറഞ്ഞ മിൽക്കിൽ. നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. മൈലർ റിയാക്ഷൻ എന്ന് ഇതിന് പറയുമ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നതൊക്കെ. ഇത് കൂടുതലും ഇവാപ്പറേറ്റഡ് മിൽക്കിലാണ് കാണുക. ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്താ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, മിൽക്ക് പ്രോഡക്ട്സിൻ്റെ ഭാഗത്തിൽ പറയാം.
എനിവേ ഈ മൈലാഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇത് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത്. ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രൗൺ കളർ. ഓക്കെ, ഇറ്റ് ഈസ് ഒരു ബ്രൗൺ റിയാക്ഷനാണ്. ആ സാധനം ഫോം ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഈ മൈലാഡാണ് ഡിസ്കവർ ചെയ്തത്. ആൻഡ് ഹി റിയലൈസ് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദി മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആൻഡ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. ദെൻ ദിസ് ബ്രൗണിങ് റിയാക്ഷന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റാപ്പിഡ്ലി ബ്രൗണിങ് റിയാക്ഷൻ നടക്കും. അതേപോലെ കളർ ഡെവലപ്മെൻറ്റ് pH ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചും കൂടും. കളർ ഡെവലപ്മെൻറ്റ് അത്രയും സ്പീഡിൽ നടക്കും. ലൈക്ക് അബവ് 6.8 pH ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ആൽഫ അമിനോ ആസിഡ് സൊല്യൂഷൻസിൽ പെട്ടെന്ന് കളർ ഡെവലപ്പ് ചെയ്യും. അതേപോലെ അബവ് 6 ആയാൽ തന്നെ ഗ്ലൂക്കോസ് ഒമേഗ അമിനോ ആസിഡ് സൊല്യൂഷൻസിലും നടക്കും. ഓക്കെ, ഇത് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചതാണ്. ആൻഡ് ദീസ് ബ്രൗണിങ് റിയാക്ഷൻ നടന്നിട്ടുള്ള ഈ ഒരു റിയാക്ഷൻ നടന്നിട്ടുള്ള അമിനോ ആസിഡ്സ് ഒക്കെ എന്ത് ചെയ്യൂല, പിന്നെ നമുക്ക് ബയോളജിക്കലി അവൈലബിൾ ആവില്ല. ഇത് അബ്സോർബ് ചെയ്യാൻ ശരീരത്തൊക്കെ അബ്സോർബ് ചെയ്യാൻ കിട്ടൂല. ഓക്കെ, അതേപോലെ ഈ റിയാക്ഷൻ റേറ്റ് കുറക്കാൻ പറ്റും അറ്റ് ലോ ഓർ വെരി ഹൈ വാട്ടർ ലെവൽസ്. ഓക്കെ, വാട്ടർ ലെവലിൽ നല്ല കൂടുതൽ അല്ലെങ്കിൽ കുറവോ ആയതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ് കുറക്കാൻ പറ്റും. ബട്ട് അതിലുള്ള ഡ്രൈ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, അപ്പോഴും റിയാക്ട് ചെയ്യും. ആൻഡ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് മെറ്റൽസ് ലൈക്ക് അയൺ ആൻഡ് കോപ്പർ ആൻഡ് ഓൾസോ ബൈ ഫോസ്ഫേറ്റ് അയോൺസ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ തിളപ്പിക്കുന്ന അല്ലെങ്കിൽ ചൂടാക്കുന്ന വെസൽ അല്ലെങ്കിൽ ആ ഒരു പാത്രം ഇപ്പം ഈ പറഞ്ഞ അയണോ കോപ്പറോ ഒക്കെ അടങ്ങിയിട്ടുള്ള വെസൽസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ ബ്രൗണിങ് റിയാക്ഷൻ പെട്ടെന്ന് നടക്കുകയാണ് ചെയ്യുക. ആൻഡ് കോൺസെൻട്രേറ്റഡ് മിൽക്ക് പ്രോഡക്ട്സിലേക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് പറഞ്ഞാൽ കുറേ നേരം തിളപ്പിച്ചതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ കേസാണ്. സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക്, ഈ കേസിലൊക്കെ പ്രോട്ടീൻ ഷുഗറും റിയാക്ട് ചെയ്യുന്നുണ്ട്. ലാക്ടോസാണ് റിയാക്ട് ചെയ്യുക. ആൻഡ് സം അമൗണ്ട് ഓഫ് ബ്രൗൺ കളറൊക്കെ ഈ ഹീറ്റിങ്ങിൻ്റെ സമയത്ത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഡ്രൈഡ് മിൽക്കിലും ഇത് കാണാറുണ്ട്. ഡ്രൈഡ് മിൽക്ക് പറഞ്ഞാൽ നമ്മളെ മിൽക്ക് പൗഡർ. ഓക്കെ, അതിലും കാണാറുണ്ട്. ബട്ട് ലോങ് പീരിയഡ്സ് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത ഡ്രൈഡ് മിൽക്കിലൊക്കെയാണ് ഈ റിയാക്ഷൻ കാണാൻ, അല്ലാണ്ട് കാണാറില്ല കേട്ടോ. ദെൻ ദർ ഇസ് ആസിഡ് കണ്ടന്റ് നോക്കുമ്പോൾ മിൽക്ക് ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അസിഡിറ്റി ഡിക്രീസ് ചെയ്യും ഫസ്റ്റ്. ബിക്കോസ് ആദ്യം അതിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോകാൻ തുടങ്ങും. ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അസിഡിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോയതിന് ശേഷം വീണ്ടും അത് ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിനനുസരിച്ച് ഈ അസിഡിറ്റി പിന്നെയും കൂടി വരും. ബിക്കോസ് ദി ഹൈഡ്രജൻ അയോൺസ് ആർ റിലീസ്ഡ്. ഓക്കെ, വെൻ ദി കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫോംസ് ഇൻസോളബിൾ കോമ്പൗണ്ട്സ്. അപ്പോൾ കുറേ നേരം ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് കാൽഷ്യമും ഫോസ്ഫേറ്റ് ഒക്കെ ഇൻസോളബിൾ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ അയോൺസ് റിലീസ് ചെയ്തിട്ട് അസിഡിറ്റി കൂടും. അപ്പോൾ നെറ്റ് എഫക്റ്റ് നോക്കുമ്പോൾ ആദ്യം കുറഞ്ഞ അസിഡിറ്റി തിരിച്ച് അതേപോലെ തന്നെ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ചുള്ള pH ചേഞ്ചൊന്നും ആകട്ടോട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ദെൻ ദർ ഇസ് മിനറൽസ് ചേഞ്ചസ്. അവിടെ കാൽഷ്യമും ഫോസ്ഫറസാണ് മെയിൻ മിനറൽസ്. ഇതൊക്കെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കണതാണ് നോർമലി ഈ പറഞ്ഞ കാൽഷ്യം ഫോസ്ഫേറ്റ്. പക്ഷേ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും, അടിഞ്ഞു കൂടാൻ തുടങ്ങും. ഇറ്റ് കളക്ട്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദി പാൻ വിത്ത് ദി കോഗുലം ഓഫ് ആൽബുമിനേറ്റും ബൈൻഡ് ചെയ്ത് കോഗുലേറ്റ് ചെയ്തിട്ട് ഇത് അടിയിൽ അടിഞ്ഞു കൂടാണ് ചെയ്യുക. ആൻഡ് സം കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് മേലെ കിടക്കുന്ന ആ പാടുണ്ടല്ലോ, സ്കമ്മ്, ആ സ്കമ്മിൽ ഇത് എൻടാങ്കിൾ ചെയ്തിട്ട് കിടക്കുന്നുണ്ടാവും, അതിലും കെട്ടുകുടുങ്ങി കിടക്കുന്നുണ്ടാവും. പിന്നെ അയോഡിന് ഇതിലൊരു വോളറ്റൈൽ സബ്സ്റ്റൻസ് ആയിട്ടാണ് ഉള്ളത്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഗ്യാസ്ട്രിക്സ് ആയിട്ട് മാറിയിട്ട് പോവുകയാണ് ചെയ്യുക. വൈറ്റമിൻസിൻ്റെ കേസ് നോക്കുമ്പോൾ വൈറ്റമിൻ എയും ഡിയും ഇതിലുണ്ട്. ബട്ട് ഇറ്റ് ഇസ് തെർമോസ്റ്റേബിൾ. ബട്ട് വൈറ്റമിൻ സി ഈവൻ ദോ അമൗണ്ട് കുറവാണെങ്കിലും ഫുള്ള് ഹീറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. അത് കുറച്ചുള്ളത് അത് നഷ്ടപ്പെട്ടു പോകും. ഈ കളർ, ഫ്ലേവർ ആൻഡ് ഡൈജസ്റ്റീവിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്ലേവർ അതേപോലെ അപ്പിയറൻസ് ഒന്നും പാസ്ചറൈസേഷൻ്റെ ഒരു കാരണം കൊണ്ട് വലിയ വേരിയേഷൻ ഒന്നും വരില്ല. കുക്ക്ഡ് ഫ്ലേവർ ഉണ്ടാകും ബോയിൽഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ. പാസ്ചറൈസേഷൻ അത്ര ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യില്ലല്ലോ. ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക്ഡ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് ഈ കുക്ക്ഡ് ഫ്ലേവർ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടപ്പെടും, അതേപോലെ ഓക്സിജനൊക്കെ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനൊക്കെ ലോസായി പോകും, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതേപോലെ പ്രോട്ടീനിൽ ചേർക്കുന്ന ചേഞ്ചസ് കൊണ്ടാണ്. അതേപോലെ ഈ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ സൾഫൈഡ്രൈൽസ് ഫോം ചെയ്യും. ഇതുകൊണ്ടൊക്കെയാണ് കുക്ക്ഡ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സൾഫൈഡ്രൈൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്ത് തന്നെ വേഗം ഓക്സിഡൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതോ സ്വയം ഓക്സിഡൈസ് ചെയ്തിട്ട് ഇതിലുള്ള മിൽക്കിലുള്ള ഫാറ്റ് ഒക്കെ ഓക്സിഡേഷന് ഡിലേ ചെയ്യും. ആ ഒരു ഫാറ്റിൻ്റെ ഓക്സിഡേഷൻ ഡിലേ ചെയ്യും. ആൻഡ് ക്രീമും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാൻ ഒരു കാരണക്കാരാകും. ഇനി ഇത് ഓക്സിഡൈസ് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ സൾഫൈഡ്രൈൽ കോമ്പൗണ്ട്സ് ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഓക്സിഡൈസ്ഡ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിന് പകരം എന്ത് ചെയ്യും, ആ കുക്ക്ഡ് ഫ്ലേവർ അപ്പോൾ ഡിസപ്പിയർ ആവുകയും ചെയ്യും. ഓക്കെ, സൾഫൈഡ്രൈൽസ് ഫോം ചെയ്യും ഹൈ ടെമ്പറേച്ചറിൽ, അത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, ഓക്സിഡൈസ് ആയാൽ ഒരു ഓക്സിഡൈസ്ഡ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് കുക്ക്ഡ് ഫ്ലേവർ
മാറിപ്പോവാണ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഡൈജസ്റ്റബിലിറ്റി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും ഈ ഒരു ഹീറ്റിംഗ് ചെയ്യുമ്പോൾ, ബിക്കോസ് ഹീറ്റഡ് മിൽക്സ് ടെൻസ് ടു ഫോം സ്മോളർ ആൻഡ് മോർ സോഫ്റ്റർ കേർഡ്സ് ഇൻ ദ സ്റ്റൊമക് കമ്പയർഡ് ടു ദി റോ മിൽക്ക്. ഓക്കെ, ആൻഡ് മൈക്രോബ്സിൻ്റെ കേസ് നോക്കുമ്പോൾ ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഹയർ ടെമ്പറേച്ചറിൽ. ഈ സ്കം ഫോർമേഷൻ പറഞ്ഞൊരു പ്രത്യേക തരം സാധനമാണ് ഇവിടെ നടക്കുക. സ്കം എന്ന് പറഞ്ഞാൽ നമ്മളെ മേലെ പാട കിട്ടുന്ന സാധനം. ഓക്കെ, അതിനാണ് സ്കം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് വെൻ മിൽക്ക് ഈസ് ഹീറ്റഡ് ഇൻ ആൻ അൺകവേർഡ് പാൻ. എന്ന് വെച്ചാൽ മൂടി വെക്കാത്ത മൂടി വെക്കാതെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് സ്കം ഫോം ചെയ്യുക ഓൺ ദി സർഫസ് ഡ്യൂ ടു ഡ്രൈയിങ് ഔട്ട്. ഓക്കെ, ഡ്രൈ ആയി പോകുന്നതുകൊണ്ടാണ് ആ സ്കം ഫോം ചെയ്യുന്നത്. ഈ സ്കം പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സ്കം ടഫായി വരാം, കട്ടി കൂടി വരാണ് ചെയ്യുക. ഇനി ഇൻസോളബിൾ സ്കം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഫ്രം ദി സർഫസ്, പക്ഷേ റിമൂവ് ചെയ്താലും കാര്യമില്ല, പിന്നെയും അത് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കോഗുലേറ്റഡ് പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒക്കെയാണ് അതിലുള്ളത്. ആൻഡ് വെരി ഹൈ എമൗണ്ട് ഓഫ് ഫാറ്റാണ് അതിലുള്ളത്. ഹീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ പ്രോട്ടീൻ ഫിലിം ബ്രേക്ക് ആകുമ്പോഴാണ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് അക്യുമുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ പറഞ്ഞ സ്കമ്മിൻ്റെ മെയിൻ കണ്ടൻറ്റ് വരുന്നത്, അക്യുമുലേറ്റഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒക്കെ. ആൻഡ് ഇതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെ ചെയ്യുക വെച്ചാൽ, സ്കം ഫോം ചെയ്യുന്ന പ്രിവെൻറ്റ് ചെയ്യുന്നത് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുക. ഓക്കെ, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇളക്കിക്കൊണ്ട് സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതേപോലെ മിൽക്ക് ബോയിലൊക്കെയാണ് ഇത് ചെയ്യണത്, ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്കം ഫോം ചെയ്യൂല. പ്ലസ് പാന് കവർ ചെയ്യുക, അതേപോലെ മിൽക്ക് വെള്ളം വെച്ചിട്ട് നല്ലോണം ഡൈല്യൂട്ട് ചെയ്താലൊക്കെ സ്കം ഫോർമേഷന് കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു കേസാണ് ബോയിലിംഗ് ഓവർ. എന്ന് വെച്ചാൽ പെട്ടെന്ന് തളിച്ച് പൊന്തി ഇത് പുറത്ത് പോകും. ഓക്കെ, അപ്പോൾ ആ സാധനം എന്തുകൊണ്ടാണ് നമുക്ക് ഇനി നോക്കാം. അത് വേറൊരു ചേഞ്ചാണ്. ഇവിടെ മിൽക്കിൻ്റെ സർഫസ് ടെൻഷനൊക്കെ അതിലുള്ള പ്രോട്ടീന്, ഫാറ്റ്, ഫോസ്ഫോലിപ്പിഡ്സ്, അതേപോലെ ഫാറ്റി ആസിഡ്സിൻ്റെ ഒക്കെ കണ്ടന്റ് അനുസരിച്ചാണ് സർഫസ് ടെൻഷൻ കിടക്കുന്നത്. ഓക്കെ, വാട്ടറാണ് ഏറ്റവും കൂടുതൽ സർഫസ് ടെൻഷൻ ഉള്ളത്. മിൽക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അജിറ്റേറ്റഡ് ആവും. എന്ന് വെച്ചാൽ നല്ല കൈനറ്റിക് എനർജി കൂടിയിട്ട് മൂവ്മെൻറ്റ് നല്ലോണം ഉണ്ടാകും. പ്ലസ് അതിൻ്റെ ഡെൻസിറ്റിയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ അത്ര വെയിറ്റ് ഉണ്ടാകില്ല. ഇങ്ങനെ അത് പെട്ടെന്ന് ഫോം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബോയിലിംഗ് ഓവർ ബേസിക്കലി ഉണ്ടാകുക. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ എങ്ങനെ വെച്ചാൽ, ഈ ഒരു ഫോമിങ് നടക്കുന്ന സർഫസിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, സർഫസ് ടെൻഷൻ കൂടും വെള്ളം ആഡ് ചെയ്തുകൊണ്ട് സം എക്സ്റ്റെൻറ്റ് വരെ. ഓക്കെ, അതേപോലെ സ്കം ഫോർമേഷൻ ഇതിനൊരു പ്രൊമോട്ടീവ് സാധനം, ഒന്നും കൂടി പെട്ടെന്ന് ബോയിലിംഗ് ഓവർ ഉണ്ടാകാൻ ഉള്ളൊരു കാരണക്കാരാകും. കാരണം ഈ പറഞ്ഞ സ്കം ഫോർമേഷൻ ഒരു തിക്ക് ലെയറായിട്ടാണ് മേൽഭാഗത്ത് ഉണ്ടാകുക. ആൻഡ് ഈ ഒരു ലെയറിൻ്റെ അടിയിൽ കുറച്ച് പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ പ്രഷർ ഡെവലപ്പ് ചെയ്ത് സ്കമ്മിനെ മുകളിലോട്ട് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദി മിൽക്ക് ദെൻ ഫ്ലോസ് ഓവർ ഈവൻ മോർ ഈസിലി ത്രൂ ദി സൈഡ്സ് ഓഫ് ദി പാൻ. ഓക്കെ, മേലെ ഒരു ലെയറായിട്ട് ഇങ്ങനെ തടഞ്ഞ് കിടക്കില്ല. അപ്പോൾ ബാക്കിയുള്ള സൈഡിൽ കൂടി എന്ത് ചെയ്യും, ഇത് തിളച്ച് ഊത്ത് പോവുകയാണ് ചെയ്യുക, പുറത്ത് പോവുകയാണ് ചെയ്യുക. ആൻഡ് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, സ്കം റിമൂവ് ചെയ്യുക, സ്റ്റിറിങ് ഒക്കെ ചെയ്തിട്ട് സ്കം റിമൂവ് ചെയ്യുക. ഇതുവഴി ആ പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റും. പ്ലസ് സ്പില്ലിംഗ് ഓവർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ effect of heat on milk. Prepare your notes and study well. Thank you.